അറബ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. പശ്ചിമേഷ്യൻ മണ്ണിൽ അശാന്തിയുടെ വിത്തുകൾ പുകയുമ്പോൾ സൈനിക ഏറ്റുമുട്ടലുകൾക്ക് സമാന്തരമായി മറ്റൊരു വലിയ യുദ്ധം കൂടി നടക്കുന്നുണ്ട്. അത് തെറ്റായ വിവരങ്ങളുടെയും വ്യാജ പ്രചാരണങ്ങളുടെയും വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള വിവരയുദ്ധമാണ്. പശ്ചിമേഷ്യയിലെ സങ്കീർണമായ സംഘർഷ അന്തരീക്ഷത്തിൽ തങ്ങളെ അനാവശ്യമായി വലിച്ചിഴയ്ക്കാനുള്ള വിദേശ മാധ്യമങ്ങളുടെയും ചില നിക്ഷിപ്ത താൽപര്യക്കാരുടെയും നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ ഭാഷയിലാണ് ഗൾഫ് സഹകരണ കൗൺസിൽ അഥവാ GCC രാജ്യങ്ങൾ പ്രതികരിക്കുന്നത്. തങ്ങളുടെ വ്യോമാതിർത്തിയോ സമുദ്രമേഖലയോ കരഭൂമിയോ അയൽ രാജ്യങ്ങൾക്കെതിരെ സൈനിക നടപടികൾക്കായി വിട്ടു നൽകിയിട്ടില്ലെന്നത് ഖത്തറും കുവൈറ്റും തുറന്നടിക്കുമ്പോൾ മേഖലയിലെ സമാധാന അന്തരീക്ഷം വീണ്ടെടുക്കാൻ സജീവമായ നയതന്ത്ര വഴികൾ തേടുകയാണ് ഒമാൻ. ഇറാനെതിരായ സൈനിക നടപടികളിൽ കുവൈറ്റും ബഹ്റൈനും പങ്കാളികളായി എന്ന തരത്തിൽ പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട റിപ്പോർട്ട് കുവൈറ്റ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഈ റിപ്പോർട്ടിലെ വിവരങ്ങൾ തീർത്തും വാസ്തവ വിരുദ്ധമാണെന്നും അത് ഉടനടി തിരുത്തണമെന്നും ആവശ്യപ്പെട്ട് അമേരിക്കയിലെ കുവൈറ്റ് സ്ഥാനപതി ഷെയ്ഖ് അൽ സെയ്ൻ അൽ സബ മാധ്യമത്തിന്റെ പത്രാധിപ സമിതിക്ക് ഔദ്യോഗിക കത്തയച്ചു. കുവൈറ്റിന്റെ മണ്ണോ വ്യോമപാതയോ സമുദ്രമേഖലയോ അന്യരാജ്യങ്ങൾക്കെതിരെയുള്ള ഒരുവിധ സൈനിക നീക്കങ്ങൾക്കുമായി വിട്ടുകൊടുത്തിട്ടില്ലെന്നതാണ് ഭരണം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. സ്വന്തം പരമാധികാരം സംരക്ഷിക്കുന്നതിനോടൊപ്പം അയൽ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒരു തീരുമാനവും കൈക്കൊള്ളില്ലെന്ന കുവൈറ്റിന്റെ പ്രഖ്യാപനം നിലവിലെ ഭൗമരാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഏറെ നിർണായകമാണ്. സൈനികപരമായ നുണപ്രചാരണങ്ങൾക്ക് പുറമെ രാജ്യത്തിനകത്ത് വലിയ ഭീതി വിതയ്ക്കാൻ പോകുന്ന രീതിയിലുള്ള ആഭ്യന്തര വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു. കുവൈറ്റ് എയർവേസിന്റെ വിമാന സർവീസുകൾ റദ്ദാക്കിയെന്നും രാജ്യത്ത് പ്രവർത്തിച്ചിരുന്ന ഭീകരവാദ സംഘടനകളെ സുരക്ഷാസേന പിടികൂടിയെന്നുമുള്ള പ്രചാരണങ്ങൾ ആഭ്യന്തര മന്ത്രാലയം പൂർണ്ണമായും നിഷേധിച്ചു. ജനങ്ങളിൽ പരിഭ്രാന്തി പരത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഇത്തരം കിംവദന്തികൾ തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിച്ച അധികൃതർ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നല്ലാതെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം കുവൈറ്റ് ഇറാഖ് അതിർത്തികൾ തുറന്നു കൊടുക്കുകയും കുവൈറ്റ് എയർവേസ് സർവീസുകൾ സാധാരണ നിലയിൽ തുടരുകയും ചെയ്യുന്നത് രാജ്യത്തെ നിലവിലെ സ്ഥിരതയ്ക്ക് തെളിവാണ്. കുവൈറ്റിനെ പോലെ തന്നെ ഇസ്രയേലി മാധ്യമങ്ങളുടെ വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ കടുത്ത നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഖത്തറും. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങളിൽ പങ്കാളികളാകാൻ ഖത്തർ സമ്മതിച്ചെന്ന രീതിയിൽ വന്ന വാർത്തകൾ കേവലം രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള നിർമ്മിത നുണകളാണെന്നത് ഖത്തർ ഇന്റർനാഷണൽ മീഡിയ ഓഫീസ് വ്യക്തമാക്കി. മധ്യപൂർവേഷ്യയിൽ ദോഹ വഹിക്കുന്ന സമാധാനപരമായ നയതന്ത്ര മധ്യസ്ഥത തകർക്കാനും മേഖലയെ കൂടുതൽ അരാജകത്വത്തിലേക്ക് തള്ളിവിടാനും ആഗ്രഹിക്കുന്ന ചില നിക്ഷിപ്ത താൽപര്യക്കാരാണ് ഈ വാർത്തകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. സംഘർഷങ്ങളുടെ തുടക്കം മുതൽ കേവലം ഒരു നിഷ്പക്ഷ നിരീക്ഷകനായി നിൽക്കാതെ തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കക്ഷികളെ ചർച്ചയുടെ മേശപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ഖത്തർ നിരന്തരം ശ്രമിക്കുന്നുണ്ട്. അയൽ രാജ്യങ്ങളുടെ പരമാധികാരത്തെയും അതിർത്തികളെയും ബഹുമാനിക്കുന്ന പരമ്പരാഗത നയതന്ത്രമാണ് തങ്ങളുടേതെന്ന് ഖത്തറി ഉദ്യോഗസ്ഥർ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടുകൾക്കൊന്നും തന്നെ മേഖലയിൽ സമഗ്രവും സുസ്ഥിരവുമായ സമാധാനം സ്ഥാപിക്കുന്നതിനായി ഖത്തർ നടത്തുന്ന സജീവമായ ഇടപെടലുകളെ തടയാനാവില്ലെന്ന് ഇന്റർനാഷണൽ മീഡിയ ഓഫീസ് പ്രസ്താവനയിലൂടെ അടിവരയിട്ട് പറഞ്ഞു. മേഖലയിലെ സംഘർഷം മൂർച്ഛിക്കുകയും അമേരിക്കയും ഇറാനും തമ്മിലുള്ള വ്യോമാക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ആഗോളതലത്തിൽ ഭീതി പരത്തുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കപ്പൽ ഗതാഗത സുരക്ഷ ഉറപ്പാക്കാൻ ഒമാൻ രംഗത്തെത്തിയിട്ടുണ്ട്. ലോകത്തിലെ ആകെ എണ്ണ ഗതാഗതത്തിന്റെ വലിയൊരു ശതമാനം കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ ചർച്ച ചെയ്യുന്നതിനായി ഒമാന്റെ ഉന്നതതല നയതന്ത്ര പ്രതിനിധി സംഘം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ എത്തിയിരുന്നു. കപ്പലുകളുടെ സുരക്ഷിതമായ സഞ്ചാരത്തിനും വാണിജ്യ ഗതാഗതത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനുമായി ഒരു സ്ഥിര സംവിധാനം രൂപീകരിക്കുകയാണ് ഈ ചർച്ചകളുടെ പ്രാഥമിക ലക്ഷ്യം. വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും ഫോൺ മാർഗം ദീർഘനേരം ആശയവിനിമയം നടത്തുകയുണ്ടായി. തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമായ സൈനിക ഏറ്റുമുട്ടലിലേക്ക് നീങ്ങാതെ ചർച്ചകളിലൂടെയും നയതന്ത്ര നീക്കങ്ങളിലൂടെയും പരിഹരിക്കപ്പെടണം എന്ന ഒമാന്റെ നിലപാട് പശ്ചിമേഷ്യയ്ക്ക് വലിയൊരളവിൽ ആശ്വാസം നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്തുന്നതിൽ ഹോർമൂസ് കടലിടുക്കിന്റെ പങ്ക് വലുതായതിനാൽ ഒമാന്റെ ഈ നീക്കത്തെ ആഗോള സമൂഹം വലിയ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ആധുനിക കാലത്തെ സംഘർഷങ്ങളിൽ ആയുധങ്ങളെക്കാൾ വേഗത്തിലാണ് തെറ്റായ വിവരങ്ങളും കിംവദന്തികളും പടരുന്നത്. മനഃശാസ്ത്രപരമായ യുദ്ധമുറയുടെ ഭാഗമായി ചില മാധ്യമങ്ങളും നിക്ഷിപ്ത താൽപര്യക്കാരും ഇത്തരം വ്യാജ വാർത്തകളെ ഒരായുധമായി ഉപയോഗിക്കുന്നു. ഒരു രാജ്യത്തെ ജനങ്ങളിൽ ഭീതി സൃഷ്ടിക്കാനും അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ അനാവശ്യമായ വിള്ളലുകൾ ഉണ്ടാക്കാനും ഇത്തരം വ്യാജ വാർത്തകൾക്ക് സാധിക്കും. ഇത് മനസ്സിലാക്കിയാണ് കുവൈറ്റ്, ഖത്തർ, ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ വ്യാജ വാർത്തകൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സുരക്ഷാ ഏജൻസികളും ആഭ്യന്തര മന്ത്രാലയങ്ങളും വാസ്തവ വിരുദ്ധമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. പൊതുജനങ്ങൾ സോഷ്യൽ മീഡിയയിലോ ഔദ്യോഗികമല്ലാത്ത പോർട്ടലുകളിലോ കാണുന്ന വാർത്തകൾ കണ്ണുമടച്ച് വിശ്വസിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യരുത് എന്ന സന്ദേശമാണ് എല്ലാ ഗൾഫ് ഭരണകൂടങ്ങളും നൽകുന്നത്.
സ്ഥിരീകരിക്കാത്ത വാർത്തകൾ സൃഷ്ടിക്കുന്ന ആഭ്യന്തര അരക്ഷിതാവസ്ഥ യഥാർത്ഥ യുദ്ധത്തേക്കാൾ അപകടകരമാണെന്ന ബോധ്യം ഇന്ന് ഭരണാധികാരികൾക്കുണ്ട്. പശ്ചിമേഷ്യയിലെ ഇന്നത്തെ അവസ്ഥ അതിസങ്കീർണമാണ്. ഒരു വശത്ത് മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഭീഷണി നിലനിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് വ്യാജ വാർത്തകളുടെ വലിയൊരു വേലിയേറ്റം തടഞ്ഞു നിർത്താൻ രാജ്യങ്ങൾ നിർബന്ധിതരാകുന്നു. കുവൈറ്റും ഖത്തറും തങ്ങളുടെ പരമാധികാരവും നയതന്ത്ര നിലപാടുകളും ഉയർത്തിപ്പിടിച്ച് നുണപ്രചരണങ്ങളെ അതിജീവിക്കുമ്പോൾ ഒമാൻ ശാന്തിയുടെ ഏറ്റവും പുതിയ വാതിലുകൾ തുറക്കാൻ ശ്രമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നയതന്ത്ര ചർച്ചകൾ എത്രത്തോളം വിജയം കാണുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യൻ മേഖലയുടെ ഭാവി സമാധാനവും ആഗോള വിപണിയുടെ സ്ഥിരതയും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓട്ടോമേഷനും നാലാം വ്യവസായ വിപ്ലവവും ആഗോള തൊഴിൽ വിപണിയെ അതിവേഗം പുനർനിർവചിച്ചുകൊണ്ടിരിക്കുന്ന സങ്കീർണമായൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഈ ഡിജിറ്റൽ മാറ്റങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തങ്ങളുടെ തൊഴിൽ മേഖലയിൽ സമാനതകളില്ലാത്ത പരിവർത്തനത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. UAE ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ എമിറേറ്റ്സ് സ്കിൽസ് സൂചിക അനുസരിച്ച് രാജ്യത്തെ വ്യവസായ ഊർജ്ജ മേഖലകളിൽ വരുന്ന ഭാവി തൊഴിലുകളിൽ 1/5, അതായത് 20% പൂർണ്ണമായും പുതിയ തസ്തികകളിലായിരിക്കും. കൃത്രിമ ബുദ്ധിയും റോബോട്ടിക്സും അടക്കമുള്ള നൂതന സാങ്കേതിക വിദ്യകൾ തൊഴിലിടങ്ങളിൽ അവിഭാജ്യ ഘടകമായി മാറുമ്പോൾ പരമ്പരാഗതമായി നാം കണ്ടുശീലിച്ച പല ജോലികളും ഇല്ലാതാവുകയും പകരം പുതിയ സാങ്കേതിക നൈപുണ്യം ആവശ്യപ്പെടുന്ന തസ്തികകൾ വേഗത്തിൽ രൂപപ്പെടുകയും ചെയ്യുകയാണ്. സാങ്കേതിക വിദ്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച കേവലം ഉൽപാദനക്ഷമത കൂട്ടുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് മുൻപൊരിക്കലും നിലവില്ലാതിരുന്ന വേറിട്ട തൊഴിൽ മേഖലകളെ സൃഷ്ടിക്കുക കൂടിയാണ്. എമിറേറ്റ്സ് സ്കിൽസ് സൂചിക പ്രകാരം വരും വർഷങ്ങളിൽ ഉയർന്നു വരുന്ന പ്രധാന തസ്തികകളിൽ ഒന്നാണ് റോബോട്ടിക്സ് ഓപ്പറേഷൻസ് സൂപ്പർവൈസർ. വ്യവസായശാലകളിലും ഊർജ്ജ പ്ലാന്റുകളിലും സങ്കീർണമായ യന്ത്രമനുഷ്യരുടെ പ്രവർത്തനം നിരീക്ഷിക്കാനും അവയുടെ തടസ്സമില്ലാത്ത കാര്യക്ഷമത ഉറപ്പാക്കാനുമാണ് ഇത്തരം വിദഗ്ധരെ ആവശ്യമായി വരുന്നത്. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങളുടെ ക്വാളിറ്റി അഷുറൻസ് ടെക്നീഷ്യൻ, അഡ്വാൻസ്ഡ് മാനുഫാക്ചറിംഗ് എഞ്ചിനീയർ തുടങ്ങിയ ജോലികളും വൻതോതിൽ വർദ്ധിച്ചു വരും. AI സിസ്റ്റങ്ങൾ കൃത്യമായും സുരക്ഷിതമായും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക, ഓട്ടോമേറ്റഡ് നിർമ്മാണ പ്രക്രിയകൾ ഏകോപിപ്പിക്കുക തുടങ്ങിയവ ഭാവിയിലെ പ്രധാന ഉത്തരവാദിത്തങ്ങളായി മാറും. നിർമ്മാണ മേഖലയിലും സേവന മേഖലയിലും ഇനി വേണ്ടത് യന്ത്രങ്ങളെ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്ന മനുഷ്യരെയല്ല, മറിച്ച് സാങ്കേതിക വിദ്യയെ നിയന്ത്രിക്കാനും നിയന്ത്രിക്കുന്ന സിസ്റ്റങ്ങൾക്ക് ഗുണനിലവാരം നൽകാനും കഴിയുന്ന സാങ്കേതിക വിദഗ്ധരെയാണ്. പുതിയ തസ്തികകൾ രൂപപ്പെടുമ്പോൾ തന്നെ നിലവിലെ 87% ജോലികൾക്കും ഭാവിയിൽ ആവശ്യകത വർദ്ധിക്കും എന്നത് ഏറെ ആശ്വാസകരവും പ്രതീക്ഷ നൽകുന്നതുമായ വിവരമാണ്. എന്നാൽ ഈ ജോലികളിൽ തുടരാൻ പരമ്പരാഗത പ്രവർത്തന രീതികൾ മാത്രം പോരാതെ വരും. അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ്, ടെക്നിക്കൽ സെയിൽസ്, സാങ്കേതിക വികസനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയുന്ന മാനേജ്മെന്റ് തസ്തികകൾ എന്നിവയിലാണ് വലിയ വളർച്ചാ റിപ്പോർട്ട് പ്രവചിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം തങ്ങളുടെ തൊഴിൽ നൈപുണ്യം ഉയർത്തുന്ന പ്രൊഫഷണലുകൾക്ക് വിപണിയിൽ വൻ ഡിമാൻഡ് ഉണ്ടാകും. ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ സെയിൽസ് പ്രൊഫഷണൽ നിർമ്മിത ബുദ്ധിയുടെയും ഡാറ്റ അനാലിസിസിന്റെയും പുതിയ സാധ്യതകൾ സ്വന്തം തൊഴിൽ മേഖലയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും അവരുടെ ഭാവി സാധ്യതകൾ. ചുരുക്കത്തിൽ നിലവിലുള്ള ജോലികൾ അപ്രത്യക്ഷമാകുന്നതിനേക്കാൾ കൂടുതൽ അവ പുതിയ സാങ്കേതിക വിദ്യകളുമായി കൂടിച്ചേർക്കപ്പെട്ട് പരിണമിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ഡിജിറ്റൽ വൽക്കരണവും ഓട്ടോമേഷനും വ്യാപകമാകുന്നതോടെ നിലവിലുള്ള 13% ജോലികളുടെ ആവശ്യകത കുത്തനെ കുറയുമെന്ന് റിപ്പോർട്ട് വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പതിവ് ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ, അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾ, ഡേറ്റ എൻട്രി, അടിസ്ഥാനപരമായ സപ്പോർട്ടിംഗ് സ്റ്റാഫ് തസ്തികകൾ എന്നിവയാണ് പ്രധാനമായും ഈ അപജയം നേരിടുന്നത്. മുൻപ് മനുഷ്യർ കൈകൊണ്ടും കടലാസുകളിലും ചെയ്തിരുന്ന പല പ്രക്രിയകളും ഇന്ന് സ്മാർട്ട് സോഫ്റ്റ്വെയറുകളും AI ടൂളുകളും നിമിഷ നേരം കൊണ്ട് ചെയ്തു തീർക്കുന്നു. വലിയ സ്ഥാപനങ്ങൾ തങ്ങളുടെ ചെലവ് കുറയ്ക്കുന്നതിനും പ്രവർത്തന വേഗത വർദ്ധിപ്പിക്കുന്നതിനുമായി പുതിയ ഓട്ടോമേഷൻ മാർഗങ്ങൾ സ്വീകരിക്കുമ്പോൾ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത പരമ്പരാഗത ജീവനക്കാർ തൊഴിൽ വിപണിയിൽ നിന്ന് പുറന്തള്ളപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ മാറ്റങ്ങളില്ലാതെ ദിനചര്യയായി മാത്രം ഓഫീസ് ജോലികൾ ചെയ്യുന്നവർ തങ്ങളുടെ ഭാവി കരിയറിനെ കുറിച്ച് പുനർചിന്തനം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. തൊഴിൽ വിപണിയിൽ ഉണ്ടാകുന്ന ഈ അടിയന്തര മാറ്റങ്ങൾ ഉൾക്കൊണ്ട് രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും തൊഴിൽ പരിശീലനങ്ങളെയും പുനഃക്രമീകരിക്കാൻ UAE ഭരണകൂടം വലിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ മന്ത്രാലയവും മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയവും ചേർന്ന് UAE സ്കിൽസ് പ്ലാറ്റ്ഫോം എന്ന നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ ഏകീകൃത ഡിജിറ്റൽ ചട്ടക്കൂട് പുറത്തിറക്കിയിട്ടുണ്ട്. സർവകലാശാല പഠനഫലങ്ങളെ വ്യവസായ മേഖലയുടെ യഥാർത്ഥ ആവശ്യങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ ഈ സംവിധാനം സഹായിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ഭാവിയിൽ വിപണിയിൽ തരംഗമാകുന്ന വൈദഗ്ധ്യങ്ങൾ ഏതൊക്കെയാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാനും അതിനനുസരിച്ച് പഠന വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനും ഇത് വഴിമരുന്നിരുന്നു. വരും തലമുറയെ കേവലം ബിരുദധാരികളാക്കി മാറ്റുന്നതിന് പകരം വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുയോജ്യരായ വൈദഗ്ധ്യമുള്ള മനുഷ്യ വിഭവശേഷിയായി വളർത്തിയെടുക്കുകയാണ് UAE ഇതിലൂടെ ലക്ഷ്യമിടുന്നത്.
UAE-യിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ വലിയൊരു മുന്നറിയിപ്പും അതോടൊപ്പം അപാരമായ അവസരവുമാണ് ഈ മാറ്റങ്ങൾ തുറന്നു നൽകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഡേറ്റാ വിശകലനം തുടങ്ങിയ മേഖലകളിൽ അധിക നൈപുണ്യം നേടാൻ തൊഴിലന്വേഷകരും ജീവനക്കാരും അടിയന്തരമായി തയ്യാറാകണം. നിലവിലെ ജോലിയിൽ തന്നെ പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ചെടുക്കുന്ന അപ്സ്കില്ലിംഗ്, പുതിയ സാങ്കേതിക മേഖലകളിലേക്ക് പൂർണ്ണമായി മാറാൻ സഹായിക്കുന്ന റിസ്കില്ലിംഗ് എന്നിവയിലൂടെ മാത്രമേ വരും ദിവസങ്ങളിൽ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സാധിക്കൂ. സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റം തൊഴിലില്ലായ്മ ഉണ്ടാക്കുമെന്ന ഭയത്തിന് പകരം ആ സാങ്കേതിക വിദ്യയെ സ്വന്തം കരിയറിന്റെ വളർച്ചയ്ക്കായി കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഉയർന്ന വരുമാനവും വേഗത്തിലുള്ള ഉദ്യോഗ കയറ്റവും ഉറപ്പാണ്. മാറ്റങ്ങളെ ഭയപ്പെടാതെ ഭാവി തൊഴിൽ സംസ്കാരത്തിന് അനുയോജ്യമായി സ്വയം മാറ്റിപ്പണിയുന്നവർക്ക് UAE-യുടെ ഈ വിപ്ലവകരമായ പുതിയ തൊഴിൽ വിപണി സമാനതകളില്ലാത്ത വാതിലുകളാണ് തുറന്നിടുന്നത്. ഗൾഫ് നാടുകളിൽ പ്രത്യേകിച്ച് UAE-യിൽ ജീവിക്കുന്ന പ്രവാസി മലയാളികൾക്കിടയിൽ പരസ്പരം സഹായിക്കുന്നതും സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നതുമൊക്കെ വളരെ സാധാരണമായ കാര്യമാണ്. എന്നാൽ അടുത്തിടെ നടന്ന ഒരു സംഭവം നമ്മുടെ എല്ലാം കണ്ണു തുറപ്പിക്കേണ്ടതും പ്രവാസി സമൂഹത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുമായ ഒരു വിഷയമാണ്. കേവലം 1000 ദിർഹം സുഹൃത്തിൽ നിന്ന് കടം വാങ്ങിയതിന്റെ പേരിൽ ഒരു പ്രവാസിക്ക് UAE-യിൽ ജയിൽ ശിക്ഷയും ഒടുവിൽ നാടുകടത്തലും നേരിടേണ്ടി വന്നു എന്നതാണ് ആ സംഭവം. ഒറ്റനോട്ടത്തിൽ വളരെ നിസ്സാരമെന്ന് തോന്നാവുന്ന ഈ പ്രശ്നം എങ്ങനെയാണ് ഒരാളുടെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചത്? യഥാർത്ഥത്തിൽ സംഭവിച്ചത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. പണം കടം വാങ്ങിയ വ്യക്തിക്ക് യാതൊരു ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ പണം സുഹൃത്തിന് ലഭിച്ചത് നിയമവിരുദ്ധമായ മാർഗങ്ങളിലൂടെയായിരുന്നു. പോലീസ് അന്വേഷണത്തിൽ പണത്തിന്റെ ഉറവിടം അനധികൃതമാണെന്ന് കണ്ടെത്തുകയും ആ പണം കൈപ്പറ്റിയതിന്റെ പേരിൽ കടം വാങ്ങിയ വ്യക്തിയും കുറ്റകൃത്യത്തിൽ പങ്കാളിയായി കണക്കാക്കപ്പെടുകയുമായിരുന്നു. UAE-യിലെ സാമ്പത്തിക നിയമങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും കർശനമായവയിൽ ഒന്നാണ്. ഒരു കുറ്റകൃത്യത്തിലൂടെയോ നിയമവിരുദ്ധമായ പ്രവർത്തനത്തിലൂടെയോ നേരിട്ടോ അല്ലാതെയോ ലഭിക്കുന്ന പണത്തെയാണ് UAE നിയമപ്രകാരം അനധികൃത പണം എന്ന് വിശേഷിപ്പിക്കുന്നത്. 2025-ൽ UAE പുതുതായി അവതരിപ്പിച്ച ഫെഡറൽ നിയമം കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം തുടങ്ങിയവ തടയുന്നതിനായി കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പണത്തിന്റെ ഉറവിടം വ്യക്തമല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന എല്ലാവരും നിയമത്തിന്റെ മുന്നിൽ കുറ്റക്കാരാകും. തനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന് പറയുന്നത് കോടതിയിൽ ഒരു ന്യായീകരണമേയല്ല. പുതിയ നിയമപ്രകാരം പണത്തിന്റെ ഉറവിടം അനധികൃതമാണെന്ന് നിങ്ങൾക്ക് നേരിട്ട് അറിവില്ലെങ്കിൽ പോലും സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതായിരുന്നുവെന്ന് കോടതിക്ക് തോന്നിയാൽ ശിക്ഷ ഉറപ്പാണ്. വിദേശികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കള്ളപ്പണം വെളുപ്പിക്കൽ പോലെയുള്ള കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്ന വിദേശികളെ UAE-യിൽ നിന്ന് നിർബന്ധമായും നാടുകടത്തണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. കോടതിയുടെ ഉത്തരവ് പ്രകാരം നൽകുന്ന ഇത്തരം നിയമപരമായ നാടുകടത്തലുകൾ ഒരാളുടെ ഭാവി ജീവിതത്തെ തന്നെ തകർക്കുന്നതാണ്. പ്രവാസി മലയാളികളെ സംബന്ധിച്ച് ഇതൊരു വലിയ മുന്നറിയിപ്പാണ്. നാട്ടുനടപ്പനുസരിച്ച് പണം ആവശ്യമുള്ളപ്പോൾ റൂംമേറ്റിനോടോ അല്ലെങ്കിൽ ഒപ്പം ജോലി ചെയ്യുന്നവരോടോ കടം ചോദിക്കുന്നത് നമ്മുടെ ഒരു രീതിയാണ്. പതിവ് പോലെ തന്നെ നാട്ടിലേക്ക് പണം അയക്കാൻ മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നവരും വളരെ കൂടുതലാണ്. എന്നാൽ ഈ പണം അവർക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല. ഹവാല പോലെയുള്ള അനധികൃത ഇടപാടുകളിലൂടെയോ അല്ലെങ്കിൽ ഓൺലൈൻ തട്ടിപ്പുകളിലൂടെയോ ലഭിച്ച പണമായിരിക്കാം സുഹൃത്ത് നിങ്ങൾക്ക് കടമായി നൽകുന്നത്. ആ പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ കൈകളിലേക്കോ എത്തുമ്പോൾ നിങ്ങളും ആ വലിയ കുറ്റകൃത്യത്തിന്റെ ഭാഗമായി മാറുകയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സുഹൃത്തുക്കളെ സഹായിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ പണത്തിന്റെ ഉറവിടം സുതാര്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ബാധ്യതയാണ്. മലയാളികളുടെ എളുപ്പത്തിൽ വിശ്വസിക്കുന്ന പ്രകൃതം പലപ്പോഴും ഇത്തരം കേസുകളിൽ അവരെ വില്ലന്മാരാക്കാറുണ്ട്. നമുക്ക് നിസ്സാരമായി തോന്നുന്ന പല കാര്യങ്ങളും അതിൻ്റെ ലീഗൽ കോൺസിക്വൻസ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. ഇപ്പോൾ UAE-യിൽ സാമ്പത്തിക ഇടപാടുകളും അതുപോലെ ബാങ്കിങ് ഇടപാടുകളും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് സെൻട്രൽ ബാങ്കും അതുപോലെ അതോറിറ്റികളും ദുബായ് പോലീസ് അടക്കമുള്ള അതോറിറ്റികളും കൃത്യമായി അവയർനെസ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഈ കേസിൽ ഒരു 1000 ദിർഹംസ് കടം വാങ്ങിച്ച കേസാണ്. പക്ഷേ ആ 1000 ദിർഹംസ് വന്ന വഴി അതിൻ്റെ സോഴ്സ് തെറ്റായ മാർഗത്തിലൂടെ, അതായത് ചീറ്റിങ്ങിലൂടെ സമ്പാദിച്ച കാശായതുകൊണ്ടാണ് ഇത്തരം ഒരു ബുദ്ധിമുട്ട് ഈ സുഹൃത്തിന് നേരിടേണ്ടി വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ സുഹൃത്തുക്കളെ സഹായിക്കുകയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബാങ്ക് ഇടപാടുകളൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൻ്റെ പേരിൽ വരുന്ന കേസുകൾക്ക് ഈ കാശ് അയച്ച ആളും കൂടി ലേബിൾ ആവുന്ന സാഹചര്യങ്ങൾ ഒരുപാട് വരാറുണ്ട്. ഒരുപാട് പേര് അറിയാതെ സുഹൃത്തുക്കളെ സഹായിച്ചതിൻ്റെ പേരിൽ ഡ്രഗ് കേസുകളിൽ പെടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ UAE-യിലുള്ളവർ പ്രത്യേകിച്ച് ബാങ്കിങ് ഇടപാടുകളൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായി അതിൻ്റെ സൂക്ഷ്മത പാലിച്ച് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇത്തരം സംഭവങ്ങൾ നിരവധിയുണ്ട്. ചിലപ്പോൾ പരിചയത്തിലുള്ള ആരെങ്കിലും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരുന്ന ഒരു തുക ATM വഴി പിൻവലിച്ചു തരാൻ ആവശ്യപ്പെട്ടേക്കാം.
അല്ലെങ്കിൽ കുറച്ച് പണം തന്നിട്ട് അത് നാട്ടിലുള്ള ഒരു ബന്ധുവിന് അയച്ചു കൊടുക്കാൻ പറയാം. ഒറ്റനോട്ടത്തിൽ ഇതൊരു ചെറിയ സഹായമായി മാത്രം തോന്നുമെങ്കിലും ഇതിന് പിന്നിൽ വലിയ സാമ്പത്തിക തട്ടിപ്പുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിയമവിരുദ്ധമായി സമ്പാദിക്കുന്ന പണം മറ്റുള്ളവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ കൈമാറ്റം ചെയ്ത് വെളുപ്പിച്ചെടുക്കുന്ന സംഘങ്ങൾ വളരെ സജീവമാണ്. പാവപ്പെട്ട തൊഴിലാളികളോ ചെറിയ ശമ്പളക്കാരായ പ്രവാസികളോ ആയിരിക്കും പലപ്പോഴും ഇവരുടെ വലയിൽ വീഴുന്നത്. തങ്ങൾക്ക് ലഭിച്ച പണം ഒരു തട്ടിപ്പിലൂടെയോ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെയോ ഉള്ളതാണെന്ന് ഇവർ അറിയുന്നത് തന്നെ തങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കപ്പെടുമ്പോഴോ അല്ലെങ്കിൽ പോലീസിന്റെ പിടിയിലാകുമ്പോഴോ മാത്രമായിരിക്കും. ഒരു സുഹൃത്തിന് വേണ്ടി ചെയ്ത ചെറിയ സഹായം വലിയൊരു ക്രിമിനൽ കേസിലേക്കാണ് ഇവരെ കൊണ്ടെത്തിക്കുന്നത്. ചെറിയ തുകയല്ലേ, ഇതിലൊന്നും വലിയ പ്രശ്നമില്ല എന്ന ചിന്തയാണ് പ്രവാസികൾ ആദ്യം മാറ്റേണ്ടത്. തുക 1000 ദിർഹമോ അതിൽ കുറവോ ആകട്ടെ, അനധികൃതമായ പണം കൈവശം വയ്ക്കുന്നത് വലിയ കുറ്റകരമാണ്. സുഹൃത്തുക്കൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് നിയമപരമായ രേഖകൾ ആവശ്യമില്ല എന്ന ധാരണയും തികച്ചും തെറ്റാണ്. ബാങ്ക് വഴിയുള്ള സുതാര്യമായ ഇടപാടുകൾ എപ്പോഴും നമ്മെ സുരക്ഷിതരാക്കും. അതുപോലെ തന്നെ ഡീപ്പോർട്ടേഷൻ എന്നത് കേവലം ഒരു ശിക്ഷ മാത്രമല്ല, അതൊരാളുടെയും ആ വ്യക്തിയെ ആശ്രയിച്ച് കഴിയുന്ന ഒരു കുടുംബത്തിന്റെയും പ്രതീക്ഷകളുടെ അവസാനമാണ്. പിന്നീട് ഒരിക്കലും UAE-യിലോ അല്ലെങ്കിൽ മറ്റ് GCC രാജ്യങ്ങളിലോ തൊഴിൽ തേടി പോകാൻ കഴിയാത്ത അവസ്ഥ ഇത് സൃഷ്ടിച്ചേക്കാം. നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഒരിക്കലും ഒരു രക്ഷാ കവചമാകില്ല എന്ന് ഓരോ പ്രവാസിയും മനസ്സിലാക്കണം. പ്രവാസ ലോകത്തെ ജീവിതം വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതാണ്. വർഷങ്ങളുടെ അധ്വാനവും വലിയ സ്വപ്നങ്ങളുമാണ് ഒരൊറ്റ നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ഇല്ലാതാകുന്നത്. പണമിടപാടുകൾ നടത്തുമ്പോൾ അത് തികച്ചും സുതാര്യവും നിയമപരവുമാണെന്ന് എപ്പോഴും ഉറപ്പുവരുത്തുക. നിങ്ങളുടെ വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടുകൾ മറ്റുള്ളവരെ പണമിടപാടുകൾക്കായി ഉപയോഗിക്കാൻ ഒരിക്കലും അനുവദിക്കാതിരിക്കുക. ആരെങ്കിലും പണം കടമായി നൽകുമ്പോഴോ നിങ്ങളെ പണം ഏൽപ്പിക്കുമ്പോഴോ അതിൻ്റെ ഉറവിടത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരിക്കണം. അനുകമ്പയും സഹായ മനസ്കതയും മനുഷ്യ സഹജമായ നല്ല ഗുണങ്ങളാണെങ്കിലും അത് നിങ്ങളുടെ ജീവിതം തകർക്കുന്ന രീതിയിലാകരുത്. നിയമത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവും നിരന്തരമായ ജാഗ്രതയും മാത്രമാണ് ഇത്തരം പ്രതിസന്ധികളിൽ നിന്നും പ്രവാസികളെ സംരക്ഷിക്കുന്നത്. നമ്മുടെ സുരക്ഷ നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നന്നായി അധ്വാനിച്ച് കുടുംബത്തിന്റെ ഭാവി ശോഭനമാക്കാൻ ഗൾഫ് മണ്ണിലേക്ക് ചേക്കേറുന്ന പ്രവാസി മലയാളികളുടെ അധ്വാന ഫലം ഇന്ന് സൈബർ തട്ടിപ്പുകാരുടെ കൈകളിലേക്ക് ചോർന്നു പോകുന്ന വാർത്തകൾ നിത്യസംഭവമായി മാറുകയാണ്. പരമ്പരാഗത രീതിയിലുള്ള മോഷണങ്ങളിൽ നിന്നും സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ നിന്നും മാറി അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും മനഃശാസ്ത്രപരമായ സമ്മർദ്ദ തന്ത്രങ്ങളുടെയും അകമ്പടിയോടെയാണ് പുതിയ കാല സൈബർ തട്ടിപ്പുകൾ ഇരകളെ വലയിലാക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥരെന്ന് നടിച്ചും ബാങ്ക് ജീവനക്കാരാണെന്ന് വിശ്വസിപ്പിച്ചും ആകർഷകമായ സമാന വാഗ്ദാനങ്ങൾ നൽകിയും പ്രവാസികളുടെ അധ്വാന പണം തട്ടിയെടുക്കുന്ന വൻ ശൃംഖലകളാണ് മധ്യേഷ്യൻ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ഖത്തറിലും സൗദി അറേബ്യയിലും ഒമാനിലും UAE-യിലുമെല്ലാം അടുത്തിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത് മലയാളി സമൂഹം നേരിടുന്ന സങ്കീർണമായ സൈബർ ഭീഷണികളിലേക്കാണ്. സൈബർ കുറ്റകൃത്യങ്ങളുടെ ആദ്യപടി പലപ്പോഴും അവിചാരിതമായി ഫോണിലെത്തുന്ന ഒരു സന്ദേശമോ ലിങ്കോ ആയിരിക്കും. ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അടുത്തിടെ പുറപ്പെടുവിച്ച കടുത്ത ജാഗ്രതാ നിർദ്ദേശം ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് വെളിച്ചം വീശുന്നത്. അപരിചിതമായ അല്ലെങ്കിൽ സംശയാസ്പദമായ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ഓൺലൈൻ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതും അവ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതും കടുത്ത അപകടത്തിന് വഴിവെക്കുമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. ഒറ്റനോട്ടത്തിൽ ഔദ്യോഗിക വെബ്സൈറ്റുകളോട് സാമ്യമുള്ള രീതിയിൽ രൂപകൽപ്പന ചെയ്ത വ്യാജ ലിങ്കുകൾ വഴി ഉപഭോക്താക്കളുടെ ബാങ്കിംഗ് വിവരങ്ങളും വ്യക്തിഗത ഡേറ്റകളും തട്ടിപ്പുകാർ ചോർത്തുന്നു. ഇത്തരം സന്ദേശങ്ങളുടെ ഉറവിടം കൃത്യമായി പരിശോധിക്കാതെ പ്രതികരിക്കുന്നത് നിങ്ങളുടെ ഡിജിറ്റൽ സുരക്ഷ പൂർണ്ണമായും അപകടത്തിലാക്കും. പ്രവാസികൾക്കിടയിലെ ഡിജിറ്റൽ സാക്ഷരതയും എന്നാൽ സാങ്കേതികതയുടെ പഴുതുകളെക്കുറിച്ചുമുള്ള അജ്ഞതയും മുതലാക്കിയാണ് തട്ടിപ്പുകാർ വല വീശുന്നത്. ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോണിലെ രഹസ്യ വിവരങ്ങളും സന്ദേശങ്ങളും ചോർത്താൻ തട്ടിപ്പുകാർക്ക് സാധിക്കും. പൊതുജനങ്ങൾ കാണിക്കുന്ന ജാഗ്രത മാത്രമാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള പ്രധാന പ്രതിരോധ കവചമെന്ന് ഭരണകൂടങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ആയതിനാൽ ഏതൊരു ഓൺലൈൻ ഇടപെടലിന് മുൻപും ലിങ്കുകളുടെയും ആപ്പുകളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സൈബർ തട്ടിപ്പുകാർ നടത്തുന്ന മനഃശാസ്ത്രപരമായ കടന്നുകയറ്റത്തിന് ഏറ്റവും വലിയ തെളിവാണ് സൗദി അറേബ്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പുതിയ സംഭവങ്ങൾ. സൗദി ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നാണെന്ന് വ്യാജമായി അവകാശപ്പെട്ട് ഫോൺ വിളിക്കുന്ന തട്ടിപ്പു സംഘങ്ങൾ പ്രവാസികളുടെ OTP നമ്പറുകൾ കൈക്കലാക്കി വലിയ രീതിയിൽ പണം തട്ടിയെടുക്കുകയാണ്. അബുഹയിലെ ഒരു സ്വകാര്യ ക്ലിനിക്കിൽ സേവനമനുഷ്ഠിക്കുന്ന 2 മലയാളി നഴ്സുമാർ ഉൾപ്പെടെ നിരവധി പ്രവാസികളാണ് ഇത്തരത്തിൽ കടുത്ത സാമ്പത്തിക നഷ്ടത്തിന് ഇരയായത്. ഔദ്യോഗിക നടപടികളുടെ ഭാഗമാണെന്ന് വിശ്വസിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും തുടർച്ചയായി ഫോൺ വിളിച്ചും ആശയക്കുഴപ്പവും ഭയവും സൃഷ്ടിച്ച് കുറ്റവാളികൾ OTP സന്ദേശങ്ങൾ കൈക്കലാക്കുകയാണ്. ഫോൺ സംഭാഷണങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഈ അടിയന്തരാവസ്ഥയിൽ ഭയന്നു പോകുന്ന വ്യക്തികൾ സന്ദേശങ്ങളുടെ ഉള്ളടക്കം പോലും അറിയാതെ OTP കൈമാറിപ്പോകുന്നു. ഇത്തരത്തിൽ കൈക്കലാക്കുന്ന OTP ഉപയോഗിച്ച് നൂൺ പോലെയുള്ള പ്രമുഖ ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴിയും തമാറ, ടാബി തുടങ്ങിയ ബൈ നൗ പേ ലേറ്റർ സാമ്പത്തിക സേവന ആപ്പുകൾ വഴിയും 10,000-കണക്കിന് റിയാലിന്റെ സാധനങ്ങളാണ് തട്ടിപ്പുകാർ വാങ്ങിക്കുന്നത്. സാമ്പത്തിക ബാധ്യത മുഴുവൻ ഇരയായ പ്രവാസിയുടെ പേരിൽ അവശേഷിക്കുകയും ഉൽപ്പന്നങ്ങൾ തട്ടിപ്പുകാർ നേരിട്ട് കൈപ്പറ്റുകയും ചെയ്യുന്ന ശൈലിയാണ് ഇവിടെ കാണുന്നത്.
സൗദിയിലെ നഫാദ്, അബ്ഷീർ തുടങ്ങിയ ഔദ്യോഗിക വേരിഫിക്കേഷൻ ആപ്പുകളുടെ അംഗീകാര അഭ്യർത്ഥനകൾ അപരിചിതരുമായി പങ്കുവെക്കുന്നത് സ്വന്തം ഡിജിറ്റൽ വ്യക്തിത്വം മറ്റൊരാൾക്ക് അടിയറവ് വെക്കുന്നതിന് തുല്യമാണ്. ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾ കേവലം ഒറ്റപ്പെട്ട വ്യക്തികളുടെ പണിയല്ല, മറിച്ച് അതിർത്തികൾ കടന്ന് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ സംഘങ്ങളുടെ ആസൂത്രിത നീക്കങ്ങളാണ്. ഒമാനിലെ നോർത്ത് അൽബദീന ഗവർണറേറ്റിൽ ദീർഘകാലത്തെ ശാസ്ത്രീയ അന്വേഷണങ്ങൾക്കൊടുവിൽ റോയൽ ഒമാൻ പോലീസ് തകർത്ത അന്താരാഷ്ട്ര തട്ടിപ്പ് ശൃംഖല ഇതിനൊരു വ്യക്തമായ ഉദാഹരണമാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യകളും വിദേശത്ത് നിന്ന് പ്രവർത്തിക്കുന്ന സെർവറുകളും ഉപയോഗിച്ചാണ് ഇവർ ഗൾഫ് നാടുകളിലെ താമസക്കാരെ ഇരയാക്കുന്നത്. റോയൽ ഒമാൻ പോലീസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇത്തരം വൻകിട ക്രിമിനൽ ശൃംഖലകളെ വേരോടെ പിഴുതെറിയുന്നതിനും സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രതയിലാണ്. വിദേശ രാജ്യങ്ങളിലിരുന്ന് വ്യാജ ഫോൺ കോളുകളും സന്ദേശങ്ങളും അയക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ GCC രാജ്യങ്ങളിലെ പോലീസ് ഏജൻസികൾ സംയുക്തമായും ഏകോപിപ്പിച്ചും ശ്രമിക്കുന്നുണ്ട്. ഇത്തരം ഹൈടെക് കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി മനസ്സിലാക്കി പ്രവാസി സമൂഹം കൂടുതൽ ജാഗരൂകരാകേണ്ടതുണ്ട്. UAE-യിലുള്ള പ്രവാസികൾ പ്രത്യേകമായി കുറിച്ചു വെക്കേണ്ടതും ജാഗ്രത പാലിക്കേണ്ടതുമായ ഒന്നാണ് 70614213 എന്ന ഫോൺ നമ്പർ. ഈ നമ്പറിൽ നിന്ന് വരുന്ന കോളുകൾ യാതൊരു കാരണവശാലും അറ്റൻഡ് ചെയ്യരുതെന്ന കർശനമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. UAE ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പുകൾ പ്രകാരം ഇതൊരു സംഘടിത സ്കാം നമ്പറാണ്. ഇത്തരത്തിലുള്ള കോളുകൾ സ്വീകരിച്ച് തട്ടിപ്പുകാരുടെ കെണിയിൽ വീഴുന്നതോടെ അക്കൗണ്ടിൽ നിന്നും തൽക്ഷണം പണം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയും ഒരിക്കൽ പണം നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കാൻ സൊല്യൂഷനുകൾ ഒന്നും തന്നെ ലഭിക്കാത്ത വിധം സങ്കീർണമായ പ്രതിസന്ധിയിലാവുകയും ചെയ്യുന്നു. അതിനാൽ UAE-യിലുള്ള പ്രവാസികൾ ഈ നമ്പർ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുകയും ഇത്തരം അപരിചിതമായ കോളുകളോട് പ്രതികരിക്കാതിരിക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന മലയാളി പ്രവാസികൾ തങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം കാത്തുസൂക്ഷിക്കാൻ ചില അടിസ്ഥാനപരമായ മുൻകരുതലുകൾ നിർബന്ധമായും എടുക്കേണ്ടതുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെന്റ് വകുപ്പുകളോ ബാങ്കുകളോ ഒരിക്കലും ഫോൺ കോളിലൂടെ രഹസ്യ കോഡുകളോ ബാങ്കിംഗ് വിവരങ്ങളോ ആവശ്യപ്പെടാറില്ല എന്നത് പ്രവാസികൾ മനസ്സിൽ ഉറപ്പിക്കണം. ഫോണിൽ വരുന്ന പേടിപ്പിക്കുന്ന അറിയിപ്പുകളിൽ പരിഭ്രാന്തരാകാതെ കാര്യങ്ങൾ ഔദ്യോഗിക ചാനലുകൾ വഴി നേരിട്ട് അന്വേഷിക്കാൻ തയ്യാറാകണം. സൗദിയിലെ അബ്ഷീർ, നഫാദ് അല്ലെങ്കിൽ UAE പാസ് പോലെയുള്ള ആപ്പുകളിൽ നിന്നുള്ള വേരിഫിക്കേഷൻ അഭ്യർത്ഥനകൾ ഒരു കാരണവശാലും അപരിചിതർക്ക് അനുവദിച്ച് നൽകരുത്. ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെന്റ് വകുപ്പുകളോ ബാങ്കുകളോ ഒരിക്കലും ഫോൺ കോളിലൂടെ രഹസ്യ കോഡുകളോ ബാങ്കിംഗ് വിവരങ്ങളോ ആവശ്യപ്പെടാറില്ല എന്നത് പ്രവാസികൾ മനസ്സിൽ ഉറപ്പിക്കണം. ഫോണിൽ വരുന്ന പേടിപ്പിക്കുന്ന അറിയിപ്പുകളിൽ പരിഭ്രാന്തരാകാതെ കാര്യങ്ങൾ ഔദ്യോഗിക ചാനലുകൾ വഴി നേരിട്ട് അന്വേഷിക്കാൻ തയ്യാറാകണം. സൗദിയിലെ അബ്ഷീർ, നഫാദ് അല്ലെങ്കിൽ UAE പാസ് പോലെയുള്ള ആപ്പുകളിൽ നിന്നുള്ള വേരിഫിക്കേഷൻ അഭ്യർത്ഥനകൾ ഒരു കാരണവശാലും അപരിചിതർക്ക് അനുവദിച്ച് നൽകരുത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാവുകയാണെങ്കിൽ ഒട്ടും സമയം കളയാതെ ബന്ധപ്പെട്ട ബാങ്കുകളുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടുകളും കാർഡുകളും ബ്ലോക്ക് ചെയ്യുകയും പ്രാദേശിക സൈബർ പോലീസിലോ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പോർട്ടലുകളിലോ ഉടനടി പരാതി രജിസ്റ്റർ ചെയ്യുകയും വേണം. ജാഗ്രതയോടെയുള്ള ഡിജിറ്റൽ പെരുമാറ്റം മാത്രമാണ് പ്രവാസിയുടെ സമ്പാദ്യത്തിന് സുരക്ഷിത കവചമൊരുക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പശ്ചിമേഷ്യ വീണ്ടും സമാനതകളില്ലാത്ത ഒരു യുദ്ധമുനമ്പിൽ എത്തി നിൽക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ആകെ മാറ്റിമറിക്കുന്ന പുതിയ വെളിപ്പെടുത്തലുകളും അതിരൂക്ഷമായ ആരോപണങ്ങളുമാണ് ടെഹ്റാനിൽ നിന്ന് പുറത്തുവരുന്നത്. ഫെബ്രുവരി അവസാനം ആരംഭിച്ച US സൈനിക നീക്കങ്ങളിൽ ചില പെർഷ്യൻ ഗൾഫ് രാജ്യങ്ങൾ നേരിട്ട് പങ്കാളികളായെന്നും ആക്രമണം നടത്തുന്ന അമേരിക്കൻ സൈന്യത്തിനായി സ്വന്തം മണ്ണ് വിട്ടു നൽകിയെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പരസ്യമായി ആരോപിച്ചിരിക്കുന്നു. ടെഹ്റാനിൽ നടന്ന ആഴ്ചതോറുമുള്ള വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി നടത്തിയ ഈ വെളിപ്പെടുത്തൽ ഇറാനും അയൽപ്പക്കത്തുള്ള ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന നയതന്ത്ര സൗഹൃദത്തിൽ വലിയ വിള്ളലുകളാണ് വീഴ്ത്തിയിരിക്കുന്നത്. അമേരിക്ക നടത്തുന്ന സൈനിക കടന്നുകയറ്റത്തിന്റെ പ്രധാന ഉത്തരവാദിത്തം വാഷിംഗ്ടണിനാണെന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും പ്രാദേശിക അയൽ രാജ്യങ്ങൾ ഇതിന് നൽകുന്ന പിന്തുണയെ കണ്ണടച്ചിരട്ടാക്കാൻ കഴിയില്ലെന്നാണ് ഇറാന്റെ കൃത്യമായ നിലപാട്. അന്താരാഷ്ട്ര നിയമങ്ങളും നല്ല അയൽപക്ക ബന്ധത്തിന്റെ അടിസ്ഥാന തത്വങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ചില ഗൾഫ് ഭരണകൂടങ്ങൾ തങ്ങളുടെ ഭൂപ്രദേശങ്ങളും സൈനിക താവളങ്ങളും ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾക്കായി തുറന്നുകൊടുത്തതെന്ന് ഇസ്മയിൽ ബഗായി കുറ്റപ്പെടുത്തി. ചില പ്രത്യേക സംഭവങ്ങളിൽ ഈ രാജ്യങ്ങൾ സ്വതന്ത്രമായി തന്നെ സൈനിക ആക്രമണങ്ങളിൽ പങ്കെടുത്തതായി വ്യക്തമായ വിവരമുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. വർഷങ്ങളായി മേഖലയിലെ രാജ്യങ്ങളുമായി പരസ്പര ട്രസ്റ്റിലും പൊതു താൽപര്യത്തിലും അധിഷ്ഠിതമായ സമാധാനപരമായ ബന്ധമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഒരു വിദേശ ശക്തി തങ്ങളെ ആക്രമിക്കുമ്പോൾ അതിനായി സ്വന്തം ആകാശപാതയോ സൈനിക താവളങ്ങളോ തുറന്നു കൊടുക്കുന്നത് ഒരു തരത്തിലും സഹിക്കാൻ കഴിയില്ലെന്ന സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. നയതന്ത്ര ചർച്ചകളുടെ വഴി തടസ്സപ്പെടുകയും ആണവ കരാറുകൾ അവസാനിപ്പിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ഈ
പ്രകോപനങ്ങൾ വലിയൊരു യുദ്ധത്തിലേക്ക് വഴിമാറിയത്. എന്നാൽ ഇറാന്റെ ഈ ഗുരുതര ആരോപണങ്ങളെ ഗൾഫ് സഹകരണ കൗൺസിൽ അംഗങ്ങളായ രാജ്യങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. തങ്ങൾ ഇറാനെതിരെ നേരിട്ടോ അല്ലാതെയോ ഉള്ള ആക്രമണങ്ങളിൽ പങ്കാളികളായിട്ടില്ലെന്നും സ്വന്തം പരമാധികാരവും ദേശീയ സുരക്ഷയും സംരക്ഷിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ഗൾഫ് രാജ്യങ്ങൾ വ്യക്തമാക്കുന്നു. ബഹ്റൈനിലെ US 5th ഫ്ലീറ്റ്, ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ്, കുവൈറ്റിലെയും UAE-യിലെയും സൈനിക കേന്ദ്രങ്ങൾ തുടങ്ങിയവ പതിറ്റാണ്ടുകളായി മേഖലയിലുള്ളവയാണ്. എന്നാൽ ഇവ തങ്ങളുടെ സുരക്ഷാ ഉറപ്പിന്റെ ഭാഗമാണെന്നും ഇറാനെതിരെയുള്ള അധിനിവേശത്തിന് തങ്ങൾ അനുമതി നൽകിയിട്ടില്ലെന്നും ഗൾഫ് ഭരണകൂടങ്ങൾ വാദിക്കുന്നു. അതേസമയം US കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന പ്രതിരോധ ആക്രമണങ്ങളിൽ തങ്ങളുടെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കും വാണിജ്യ മേഖലകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നത് ഗൾഫ് രാജ്യങ്ങൾ ആരോപിക്കുന്നു. മിസൈലുകളും ഡ്രോണുകളും പരസ്പരം പായുമ്പോൾ ഒരു വശത്ത് വൻ ശക്തികളുടെ സൈനിക താവളങ്ങളെ സംരക്ഷിക്കേണ്ടി വരികയും മറുവശത്ത് അയൽ രാജ്യത്തിന്റെ പ്രതികാര നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്യുന്ന വലിയൊരു ദ്രോഹസന്ധിയിലാണ് ഗൾഫ് ഭരണകൂടങ്ങൾ എത്തി നിൽക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ തീരുമാനങ്ങളും മാധ്യമ റിപ്പോർട്ടുകളും യുദ്ധത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഗുരുതരമാണെന്നാണ് വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ ഫെബ്രുവരിയിൽ ആരംഭിച്ച ആക്രമണങ്ങൾക്ക് ശേഷം താൽക്കാലികമായി ഇരുവിഭാഗവും ആക്രമണങ്ങൾ നിർത്തിവെച്ചിരുന്നുവെങ്കിലും അമേരിക്ക വീണ്ടും അതിശക്തമായ ആക്രമണങ്ങൾക്ക് പദ്ധതിയിടുന്നുവെന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. മുൻപ് നടന്നതിനേക്കാൾ വലിയ രീതിയിലുള്ള സൈനിക നടപടിയാണ് ആലോചിക്കുന്നതെന്ന് ട്രംപ് പ്രസ്താവിച്ചതായി പ്രമുഖ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ യുദ്ധ സാഹചര്യത്തിന്റെ ഏറ്റവും അപകടകരമായ വശം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയായ ഹോർമൂസ് കടലിടുക്കിന് മേൽ നിഴലിക്കുന്ന ഭീതിയാണ്. ആഗോളതലത്തിൽ ഉപഭോഗം ചെയ്യുന്ന എണ്ണയുടെ വൻ ശതമാനം കടന്നുപോകുന്ന ഈ കടലിടുക്കിൽ തടസ്സങ്ങളുണ്ടായാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കും. അസംസ്കൃത എണ്ണവില ഇതിനോടകം തന്നെ ബാരലിന് $100 മുകളിലേക്ക് ഉയർന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. യുദ്ധം എന്ന് അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കാൻ അമേരിക്കയെ അനുവദിക്കില്ലെന്ന സന്ധിയില്ലാത്ത നിലപാടിലാണ് ഇറാൻ ഭരണകൂടം. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.